ഹലോ സ്റ്റുഡൻസ്, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് അഥവാ CSEET എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണിത്. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് രജിസ്ട്രേഷൻ ആവശ്യമായത്, എന്നാണ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ്, എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് രജിസ്ട്രേഷന് വേണ്ടത് എന്ന് നോക്കാം. നമ്പർ 1, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. Number 2, 10th or plus 2 certificate. Number 3, signature. And number 4, category certificate. ഇവിടെ സിഗ്നേച്ചർ ഒരു പ്ലെയിൻ വൈറ്റ് ഷീറ്റിൽ ഇടുകയും അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ആൻഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇത് മാൻഡേറ്ററി അല്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾ 10th or 12th സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 2025 CSET എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15 ആൻഡ് CSET എക്സാം വരുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ ആണ്. ഇനി നമുക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ICSI.edu എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. വെബ്സൈറ്റിൽ ഓൺലൈൻ സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ രജിസ്റ്റർ ഫോർ CSET എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പൺ ആവുന്ന പേജിൽ രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സും അതിൻ്റെ റെസൊല്യൂഷൻസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് ഓർ ഹോൾ ടിക്കറ്റ് ഫോർ 10th and 12th എക്സാം, 10th or 12th പാസ് സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആൻഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്. എല്ലാ ഫയൽസും ഏത് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്ലോഡ് ആകുന്ന ഫയൽസിന്റെ മാക്സിമം സൈസ് 2 MB ആണ്. സ്റ്റുഡൻസിന്റെ ഫോട്ടോ 20 KB to 50 KBക്ക് ഉള്ളിലായിരിക്കണം. സ്റ്റുഡൻസിന്റെ സിഗ്നേച്ചറിന്റെ സൈസ് 10 to 20 KBക്ക് ഉള്ളിലായിരിക്കണം. ഇനി പ്രോസസ് നോക്കാം. ഇവിടെയുള്ള ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ടു CSET രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു 5 സ്റ്റേജ് രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. ഇവിടെ നമ്മൾക്ക് ന്യൂ ആൻഡ് ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷൻസ് എന്ന ഓപ്ഷൻസ് കാണാം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി ഫ്രഷായി രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് നിങ്ങൾ ടൈം ഔട്ടായി പോവുകയോ അല്ലെങ്കിൽ സെർവർ ഡൗൺ ആവുകയോ ചെയ്താൽ വീണ്ടും നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു യുണീക്ക് നമ്പർ ടൈപ്പ് ചെയ്യാനും ഒരു വേരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യാനുമുള്ള സ്പേസ് ഉണ്ട്. ഇനി ന്യൂ CSET രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലൈക്ക് ക്വാളിഫിക്കേഷൻ, ആധാർ കാർഡ് നമ്പർ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇവയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യുണീക്ക് റിക്വസ്റ്റ് ID നമ്പർ കാണാം. ഈ യുണീക്ക് ID ആണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് രജിസ്ട്രേഷനിൽ പോയി വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇതെവിടെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങൾക്ക് CSET രജിസ്ട്രേഷൻ ഫീസ് കാണാവുന്നതാണ്. ഇവിടെ ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന ക്വസ്റ്റ്യന് നിങ്ങൾ എങ്ങനെയാണ് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ICSI ക്ലാസ്സസ് ഫോർ CSET എന്നുള്ള ക്വസ്റ്റ്യന് നോ എന്ന് ആൻസർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ സിഗ്നേച്ചർ എന്ന ഫീൽഡിൽ നിങ്ങളുടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് എന്നൊരു ഫീൽഡ് കാണാം. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഓരോന്നോരോന്നായി സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് താഴെയുള്ള ബോക്സിൽ കാണാവുന്നതാണ്. അതിനുശേഷം ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഓപ്പൺ ആവുന്നത് പ്രിവ്യൂ എന്നൊരു പേജാണ്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷനും നിങ്ങളുടെ ഫോട്ടോയും ഡോക്യുമെന്റ്സും എല്ലാം കാണാം. ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൺഫേം ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്പണായി വരുന്ന പേജിൽ പേയ്മെന്റ് മെത്തേഡ് ആണ് കാണിക്കുന്നത്.
ഇവിടെ പേയ്മെന്റ് മോഡിൽ ബിൽ ഡെസ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ റിക്വസ്റ്റ് ഐ ഡിയും ട്രാൻസാക്ഷൻ ഐ ഡിയും കാണിച്ചുകൊണ്ടുള്ള ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ എത്രയാണ് ഫീസ്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാണാവുന്നതാണ്. ഇതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഓപ്പൺ ആവുന്ന പേജിൽ നിങ്ങൾക്ക് ഏതൊക്കെ മോഡ് വഴി പേ ചെയ്യാമെന്ന് കാണിക്കും. നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ച് UPI വഴി, നെറ്റ് ബാങ്കിംഗ് വഴി, UPI വഴി ഓർ UPI QR വഴിയും പേയ്മെന്റ് നടത്താവുന്നതാണ്. ശേഷം നിങ്ങൾ ഏത് മോഡ് വഴിയാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സെലക്ട് ചെയ്ത് 2000 റുപ്പീസ് പേ ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഈ PDF-ൽ നിങ്ങൾക്ക് രജിസ്ട്രേഷന് അത്യാവശ്യമായുള്ള യുണീക്ക് ഐ ഡി അവൈലബിൾ ആണ്. രജിസ്ട്രേഷന്റെ കൺഫർമേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ വഴിയും ഫോൺ നമ്പർ വഴിയും മെയിലായും SMS ആയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് CSETയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. സോ ഒക്ടോബർ 15-ന് മുമ്പ് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.